പ്രിയമുള്ള പ്രേക്ഷകരെ നമസ്തേ. നാം ഇവിടെ ചർച്ച ചെയ്യുന്നു നിങ്ങളുടെ നാളെ എന്ന ജ്യോതിഷ വിഷയം. നിങ്ങളുടെ നാളെയിൽ നാം ചർച്ച ചെയ്യുന്നത് നാളെ 1201 തുലാമാസം 11-ാം തീയതി, അതായത് 2025 ഒക്ടോബർ മാസം 28-ാം തീയതി ചൊവ്വാഴ്ചത്തെ ശുഭാശുഭ ഫലങ്ങളാകുന്നു. ചൊവ്വാഴ്ച തൃശ്ശൂർ സൂര്യോദയം കാലത്ത് 6:19, അസ്തമയം വൈകിട്ട് 6 മണി. നാളത്തെ രാഹുകാലം ചൊവ്വാഴ്ച നിങ്ങൾക്ക് സുപരിചിതമാകുന്നു. ഉച്ചയ്ക്ക് 3 മുതൽ 4:30 വരെയുള്ള 1.5 മണിക്കൂർ ദൈർഘ്യ സമയമാണ് രാഹുകാലം. രാഹുകാലത്ത് ഒരു ശുഭകാര്യങ്ങളും നാം അനുഷ്ഠിക്കാറില്ല. നാളത്തെ തിഥി കാലത്ത് 9:20 വരെ സപ്തമി തിഥിയാണ്, വെളുത്തപക്ഷത്തിലെ തിഥിയാകുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ അഷ്ടമി തിഥി ആകുന്നു. അഷ്ടമി ദുർബലമായ തിഥിയാണ്. ഭൂരിശ്രീ വിഭവ തിഥി ശ്രവണതഃ. ജ്യോതിഷത്തിൽ പഞ്ചാംഗങ്ങളിൽ ഏറ്റവും പ്രധാനം തിഥിയാണ്. തിഥി സമ്പത്തിനെ സൂചിപ്പിക്കുന്നു. ഇവിടെ ഒഴിഞ്ഞ തിഥികളുണ്ട്. ചതുർത്ഥി, നവമി, ചതുർദശി, 4, 9, 14. അപ്രകാരം തന്നെ ദാരിദ്ര്യമുണ്ടാക്കുന്ന തിഥിയാണ് പ്രതിപദം, ഒന്നാമത്തെ തിഥി, പ്രഥമാ തിഥി. അപ്രകാരം തന്നെ അഷ്ടമി തിഥി വളരെ ദുർബലമാണ്. പക്ഷെ കറുത്തപക്ഷത്തിലെ അഷ്ടമി നാം വിവാഹ വിഷയത്തിൽ ആദ്യമായി സ്വീകരിക്കും. മുഹൂർത്ത പദവിയിൽ നിങ്ങൾ കേട്ടിരിക്കും ഇഷ്ടാകൃഷ്ണാഷ്ടമി. കറുത്തപക്ഷത്തിലെ അഷ്ടമി എന്തിനാണ്? തിഥിയിൽ വളരെ അനുകൂലമാണ് വിവാഹ വിഷയത്തിൽ. ബാക്കി ഒന്നിനും തിഥി അനുകൂലമല്ല. നാളത്തെ നക്ഷത്രമാണെങ്കിൽ മുപ്പൂരമാകുന്ന പൂരാടം നക്ഷത്രമാകുന്നു. തിഥി വളരെ ദുർബലമാണ്, അഷ്ടമിയാണ്, ചൊവ്വാഴ്ചയാണ്. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഒരു യാത്ര വിഷയത്തിലും ഒരു നല്ല സമയം ഞാൻ നൽകുന്നില്ല. നാളെ യാത്ര ചെയ്യാതിരിക്കുക, ബാങ്കിൽ പോകാതിരിക്കുക. സാമ്പത്തിക ഇടപാടുകൾക്ക് നാളത്തെ ദിനം അനുകൂലമല്ല. മറ്റന്നാൾ നമുക്ക് നല്ല ദിവസം വരുന്നുണ്ട്, ഉത്രാടവും ബുധനാഴ്ചയും വരുന്നുണ്ട്. അതിനാൽ ഈ ദിവസത്തിലെ പോരായ്മകളെ എന്ത് ചെയ്യുക? ക്ഷേത്രങ്ങളിൽ പോയി നന്നായി പ്രാർത്ഥിക്കുക. പൂരാട നക്ഷത്രത്തിൻ്റെ അധിപനായ ഗ്രഹം ശുക്രനാണ്, ചൊവ്വാഴ്ചയാണ്. അതിനാൽ ദേവീക്ഷേത്രത്തിൽ, ഭദ്രകാളി ക്ഷേത്രത്തിൽ ദർശനം നടത്തി അവിടെ മുട്ടറക്കൽ, നാളികേരം കൊണ്ട് മുട്ടറക്കുക, ശത്രുസംഹാര കുരുതിയൊക്കെ ചെയ്ത് നിങ്ങളുമായി ബന്ധപ്പെട്ട ക്ലേശങ്ങൾക്കൊക്കെ പരിഹാരം കാണാൻ ശ്രമിക്കുക. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശോഭനമായ നല്ലൊരു നാളെ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്തേ.